അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ നിന്ന് ശ്വേതാ മേനന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെച്ചതോടെ സംഘടനയിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. ശ്വേതയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അംഗങ്ങൾ രണ്ടായി നിൽക്കുകയാണ്. ശ്വേതാ മേനോന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മല്ലിക സുകുമാരൻ കൂടി രാജിവെച്ചതോടെ പ്രതിസന്ധി പരിഹരിക്കാൻ അഡ്ഹോക് കമ്മിറ്റി വൈകാതെ ചേരും എന്നുകൂടി അറിയുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ പ്രതിസന്ധി അത് ഒരു എന്താണ് പൊട്ടി പറക്കുന്ന പട്ടം പോലെയായി മാറിയിട്ടുണ്ട്. എന്താണ് ഇതിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എന്തുകൊണ്ടാണ് ഈ മുതിർന്ന താരങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെടാത്തത്? കാരണം ഈ പ്രതിസന്ധിക്കൊക്കെ ഇടയാക്കിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ പോലും ഈ താരങ്ങളുടെ ഒന്നും പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ആരോപണ പ്രത്യാരോപണങ്ങളും ഗ്രൂപ്പിസവും ഒക്കെയാണ് നിലവിൽ അമ്മയിൽ ഉടലെടുത്തിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനമായാണ് നിലവിൽ ശ്വേതാ മേനോൻ രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ ശ്വേതയ്ക്ക് ഐക്യദാർഢ്യമായ ഒരു വിഭാഗവും ശ്വേതയെ എതിർത്ത് ഒരു വിഭാഗവും, അങ്ങനെ രണ്ട് വിഭാഗങ്ങളാണ് ഇപ്പോൾ അമ്മയിലുള്ളത്. ആ രണ്ടാമത്തെ വിഭാഗം, ശ്വേതയെ എതിർക്കുന്ന വിഭാഗം, അധികാര സ്ഥാനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമവും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല. അവർ യോഗം ചേർന്ന് ഈ കണക്കിന്റെ കാര്യത്തിലടക്കം ഒരു തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് തന്നെ കൈമാറും, അവർ തന്നെ എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ കണ്ടൊരു പ്രധാനപ്പെട്ട കാഴ്ച അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് ആശാ അരവിന്ദ് രാജിവെക്കുന്നതാണ്. ഒപ്പം ശ്വേതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മല്ലിക സുകുമാരനും രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ അമ്മ സംഘടന കടന്നു പോവുകയാണ്. കഴിഞ്ഞ ഒരു 2 വർഷമായി അമ്മയുടെ ഒരു സാഹചര്യം ഇതാണ്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു സ്ത്രീ നേതൃത്വം എത്തുമ്പോൾ അതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടാകുന്നില്ല. അവരും അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ അമ്മയിൽ എന്ത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതിനൊരു തീരുമാനമുണ്ടാക്കുക അഡ്ഹോക് കമ്മിറ്റി ആയിരിക്കും. ഒപ്പം തന്നെ ഇനി അഡ്ഹോക് കമ്മിറ്റി എടുക്കുന്ന നിലപാടുകളായിരിക്കും അമ്മയുടെ ഭാവി തീരുമാനിക്കാൻ പോകുക. അത് തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആ തീരുമാനം ഏറെ നിർണായകമാവുകയും ചെയ്യും. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.